നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാൻ പോകുന്നത് ചിങ്ങക്കൂറ് നക്ഷത്രം, അതായത് മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളുടെ ദോഷദുരിതങ്ങളും ഗുണഫലങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ആഴ്ച പറയണത്. ഇപ്പം എന്താണെങ്കിലും ഈ നക്ഷത്രക്കാർക്കൊക്കെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഗുണസിദ്ധികളൊക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാർക്കാണെങ്കിൽ സാമ്പത്തികമായിട്ടും ജോലി രംഗമായിട്ടും ദാമ്പത്യം കുടുംബമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ബുദ്ധിമുട്ടുകളാണ്. അങ്ങനെയൊക്കെ സാധ്യതകളും കാരണങ്ങളൊക്കെ ഉള്ളൊരു സമയമാണിത്. ഇപ്പം മകം നക്ഷത്രക്കാർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ദാമ്പത്യ കലഹം അത് വളരെ വിശേഷമാണ്. ദാമ്പത്യ ജീവിതം കലഹപൂർണ്ണ അവർക്കുള്ളൂ. ഈ സമയത്തെ അന്യോന്യം കലഹിച്ചിരിക്കുന്ന അവസ്ഥ, ഭിന്നപ്പെട്ടിരിക്കുന്ന അവസ്ഥ, അല്ല വീട് വിട്ട് മാറി നിൽക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വരുന്നൊരു സമയമാണിത്. അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്നൊരു സമയമാണിത്. അന്യോന്യം മിണ്ടാതിരിക്കുന്ന അവസ്ഥ, കലഹിച്ചിരിക്കുന്ന അവസ്ഥ, സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് കലഹിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വരുന്ന ഒരു സമയസ്ഥിതിയാണത്. അതുകൊണ്ട് തന്നെ പൂരം നക്ഷത്രക്കാർക്കും അങ്ങനെ തന്നെയാണ്. ദാമ്പത്യ കലഹില്ല എന്നുള്ളൂ. മറ്റു കാര്യങ്ങളിൽ പൂരമാണെങ്കിലും അല്പം ബുദ്ധിമുട്ടുകളാണ്. സാമ്പത്തികമായിട്ട് അല്പം ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ പുതിയ ജോലി കാര്യങ്ങളൊക്കെ ഉന്നതിയിൽ എത്തും. പുതിയ ജോലി കാര്യങ്ങളിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കും. പുതിയ ജോലി നേടാൻ സാധിക്കും. ജോലിയിൽ സമൃദ്ധി ഉണ്ടാക്കാൻ സാധിക്കും. നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ശാരീരിക കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും പൂരക്കാർക്ക്. ധനം വന്നുതരാനുള്ള പല മാർഗങ്ങളും വന്നു ചേരും പൂരക്കാർക്ക്. പല രീതിയിലുള്ള അഭിവൃദ്ധികളും കാര്യങ്ങളൊക്കെ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാകും. വിദേശയാത്രക്ക് അവസരങ്ങൾ വന്നു ചേരും. ബന്ധുമിത്രങ്ങളൊക്കെ ആയിട്ട് സഹകരിക്കാനും സന്തോഷിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ വന്നു ചേരും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ, നല്ല നല്ല കുറേ കാര്യങ്ങളെല്ലാം ഈ പൂരക്കാർക്ക് ഉണ്ടാകും. ഉത്രക്കാർക്കാണെങ്കിൽ അല്പം ബുദ്ധിമുട്ടുകളാണ്. അവർക്ക് ജോലി കാര്യങ്ങളിൽ അല്പം തടസ്സങ്ങളുണ്ടാകും. സംരംഭം നടത്തുന്നക്കാരാണെങ്കിൽ സംരംഭത്തിൽ അല്പം തടസ്സങ്ങളുണ്ടാകും. അവരുടെ കമ്പനി മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ ജോലി ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ അല്പം ബുദ്ധിമുട്ടുകളുണ്ടാവും. ക്ലേശങ്ങൾ അനുഭവപ്പെടും, സങ്കടങ്ങൾ അനുഭവപ്പെടും. അവിടെയൊക്കെ കലഹങ്ങളായിട്ട് ഭിന്നപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ വരും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ പറയുന്നുണ്ട്. അത് ഈ സംരംഭകർക്കാണ് പ്രധാനം. ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക്. അല്ലാതെ സാധാരണക്കാർക്കാണെങ്കിൽ ജോലി കാര്യങ്ങളിൽ അല്പം തടസ്സങ്ങളുണ്ടെങ്കിലും ജോലികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യങ്ങൾ നടന്നു പോകും. ധനത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് നടന്നു പോകും. രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും. ഉദരമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളിൽ നിന്ന്, തൊലിപ്പുറമെയുള്ള അസുഖങ്ങളിൽ നിന്നൊക്കെ ഈ ഉത്രക്കാർക്ക് മോചനം കിട്ടും. ആ ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങോട്ട് മാറും. ശാരീരികമായിട്ട് വയറായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന അസുഖങ്ങൾക്ക് ശമനം വരും. അതുപോലെ തന്നെ നമ്മളുടെ തൊലിപ്പുറമെയുള്ള അസുഖങ്ങൾക്ക് ശമനം വരും. അതൊക്കെ ഉണ്ടാവാനുള്ള സമയം ഒരുങ്ങി കഴിഞ്ഞു പോയത്. അപ്പം അതിൽ നിന്നൊക്കെ മോചനം കിട്ടും. ശത്രുക്കളിൽ നിന്നൊക്കെ മോചനം കിട്ടും. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവും. മാതാപിതാക്കളായിട്ടും കുടുംബങ്ങളൊക്കെയായിട്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരും. അവരിലേക്ക് സഹായങ്ങൾ നമുക്ക് കിട്ടും. ദൂരയാത്രയ്ക്ക് സാധ്യതകളുണ്ട്. വിദേശയാത്രയ്ക്ക് സാധ്യതകളുണ്ട്. അതിനൊക്കെ അല്പം തടസ്സങ്ങളുണ്ടാവുമെങ്കിൽ നടക്കും. വിദേശത്ത് പോകാൻ സാധിക്കും. പഠിക്കാനും ജോലി ചെയ്യാനൊക്കെ സാധിക്കും. അതിനിപ്പോൾ അല്പം തടസ്സങ്ങൾ നേരിടുന്നുള്ള സംശയമില്ല. കാരണം അങ്ങനത്തെ ഒരു സമയസ്ഥിതി ആയതുകൊണ്ട് തടസ്സങ്ങൾ നേരിടും. അത് യാഥാർത്ഥ്യമാണ്. അതിനകത്തൊരു വ്യത്യാസമില്ല. പക്ഷെ നടക്കും എന്നുള്ളതാണ്. ഒന്നല്ല രണ്ടല്ല മൂന്നാണെങ്കിലും തവണകളായിട്ട് കാര്യങ്ങൾ നമ്മളുടെ നടക്കും. അങ്ങനെയുള്ള സമയമാണ്. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് മകം പൂരത്രക്കാർക്കാണെങ്കിൽ അവർ മറ്റുള്ള നമ്മളുടെ സഹജീവികളോട് അടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് കലഹിക്കുന്നൊരവസ്ഥകൾ വരും. ഏതെങ്കിലും രീതിയിലൊക്കെ അവർക്ക് കലഹിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതൊക്കെ ചെറിയ കലഹങ്ങൾ ഉണ്ടാക്കും. പിന്നെ മകവും പൂരവും മതത്തിന് ഒഴികെ ബാക്കി രണ്ട് നാളുകാർക്കും ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളില്ല. ദാമ്പത്യ സന്തോഷമായിട്ട് പോകും. സന്താനങ്ങളൊക്കെ സന്തോഷമായിട്ട് പോകും. ജോലിയിൽ അല്പം അഭിവൃദ്ധി ഉണ്ടാവും. പുതിയ ജോലിക്ക് കയറാൻ സാധിക്കും പൂരക്കാർക്കൊക്കെ. ഉത്തരക്കാർക്ക് ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും.
അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ ശാരീരിക ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും. പൂരത്തിനും ഉത്രത്തിനൊക്കെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. പക്ഷെ മകത്തിന് അങ്ങനെയല്ല. മകത്തിന് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളുള്ള അവസ്ഥയാണ്. ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ക്ലേശങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിനകത്തൊരു മോചനം പെട്ടെന്ന് കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ കുടുംബത്തിൽ അല്പം അലോഹ്യതകളുണ്ടാവും. ജോലി കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാവും. രോഗാതുരിതങ്ങൾ കൊണ്ട് വിഷമസന്ധി ഉണ്ടാവും. സന്താനങ്ങളെ കൊണ്ട് അല്പം വിഷമസന്ധി ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. അപ്പോൾ ഈ മകക്കാർക്ക് ഈ ദുരിതത്തിൽ നിന്ന് മോചനം കിട്ടാൻ അനവധി വഴിപാടുകളുണ്ട്. അപ്പോൾ അയ്യപ്പന് നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിക്കാം. നവഗ്രഹങ്ങളിൽ ശനീശ്വരന് എള്ളുതിരി കത്തിക്കാം. അതല്ലെങ്കിൽ എള്ള് കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നവഗ്രഹ ശനീശ്വരന് ഒരു 200 ഗ്രാം എള്ള് വാങ്ങിച്ച് ഒരു തുണിക്കിഴിയാക്കി കെട്ടി ദേഹം ഒഴിഞ്ഞ് ശനീശ്വരനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എവിടെയെങ്കിലും മഹാദേവ ക്ഷേത്രത്തിൽ അഘോര മന്ത്രാർച്ചനയും കൂവള മാലയും ചാർത്തി പ്രാർത്ഥിക്കാം. അതൊക്കെ ഈ മക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന് മോചനം കിട്ടാൻ നല്ലതാണ്. ഇനി പൂരപുത്രക്കാർ വിഷമസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ശ്രീകൃഷ്ണപ്രീതി വിഷ്ണുപ്രീതിയൊക്കെ നല്ലതാണ്. അപ്പോൾ കൃഷ്ണന് നെയ്വിളക്ക് തുളസിമാല വാൽപ്പായസമൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാം. മഹാദേവന് വെള്ളനേദ്യം അതുപോലെ തന്നെ ജലധാര എന്നിവ കഴിച്ച് പ്രാർത്ഥിക്കാം. ഈ പൂരത്ര നാളുകാർ അതൊക്കെ വളരെ ഗുണമുണ്ടാക്കും. എന്താണെങ്കിലും ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും. നമ്മൾ നല്ല ആശ്വാസമായിട്ടൊക്കെ പ്രാർത്ഥിച്ച് ആശ്വാസമായിട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ മോചനം കിട്ടും, ഒരു സംശയമില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും ശ്രീ മഹാദേവൻ തരട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. എല്ലാവർക്കും ഗുണങ്ങളുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, നമഃ ശിവായ, നമഃ ശിവായ.